എത്ര നേരമായിടാ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. ഒന്നെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി തരുമെന്ന് എനിക്ക് വയ്യേ. ഓ, ഊരയും തലയും വേദന എടുത്തിട്ട് വയ്യ. ഒന്നാക്കി തടാ. ഓ അമ്മേ, കുളിക്കുവാണമ്മേ. കുളിച്ചു കഴിഞ്ഞിട്ട് ദേ ഞാൻ ഉടനെ വരാം. അമ്മ കുറച്ചു നേരം കൂടി അവിടെ വെയിറ്റ് ചെയ്യാമേ. നീ എന്നോട് സംസാരിക്കാൻ വരണ്ടടി. എല്ലാം നീ കാരണമാ. അവനൊന്നിനും സമയമില്ലാത്തേ. ദേവാ, അച്ഛക്ക് അറിയില്ലായിരുന്നു വെള്ളം അങ്ങനെ ഫോഴ്സിൽ അടിച്ചാൽ നീ അങ്ങനെ പിറകോട്ട് മറിഞ്ഞു വീഴുമെന്ന്. സോറി ദേവാ. അച്ഛക്കൊരു മിസ്റ്റേക്ക് പറ്റിയത് അച്ഛ പറയണ്ടേ ദേവാ. സോറി, വെരി വെരി സോറി ദേവാ. എനിക്ക് സങ്കടം വരുന്നു. രാവിലെ എഴുന്നേറ്റ് മാറ്റിയിരിക്കുന്നതാ. ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാനുണ്ടെന്ന് ഞാൻ എന്നോട് പറഞ്ഞതല്ലേടാ. ഇത്ര നേരമായിട്ടും ഒരു വക ഞാൻ കഴിച്ചില്ല. എനിക്ക് വിശന്നിട്ട് വയ്യ. എന്റെ ഷുഗർ ഒന്ന് നോക്കണ്ടേ? ഹോസ്പിറ്റലിൽ പോവാതെ അതിന് കഴിയുമോ? അയ്യോ, എന്നെ നോക്കാൻ ആരുമില്ലേ? എന്റെ അമ്മേ, ഞാനങ്ങ് വരാമെന്ന് പറഞ്ഞതല്ലേ. ഞാനിവിടെ ബാത്റൂമിലാണ്. എന്റെ കുളിയും നനയും ഒക്കെ കഴിഞ്ഞാൽ ഞാൻ അങ്ങ് പുറത്തിറങ്ങും. അത് കഴിഞ്ഞ് ഞാൻ അങ്ങ് കൊണ്ടാക്കി തരും. അമ്മ എന്നെ കുളിക്കുമ്പോഴെങ്കിലും ഒന്ന് വെറുതെ വിട്. എന്റെ ഈശ്വരാ. ദേവക്കുട്ടി, പെട്ടെന്ന് എഴുന്നേൽക്ക്. അമ്മമ്മ വന്നിട്ട് വല്ലാതെ പറയുന്നുണ്ട്. നമുക്ക് അച്ഛ തൂർത്തിത്തരാം. എന്നിട്ട് ദേവ മെല്ലെ അങ്ങ് വന്നാ മതി. ഓക്കെ? എനിക്കറിയാമടാ നീ എന്നോട് പലതും പറയുമെന്ന്. എനിക്കത് ഉറപ്പാ. ആസത്തിന്റെ കൂടെയല്ലേ നിന്റെ ജീവിതം.